അപ്പോൾ ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ രാവിലെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വീട്ടിലെത്തി. ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ പന്തൽ പണിക്കാർ അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള പണികളും കാര്യങ്ങളും അവസാനിപ്പിച്ച് ഇനിയിപ്പോൾ പ്ലാറ്റ്ഫോം ആദ്യമേ ഒരു ചെയറും കാര്യങ്ങളും ഇടുന്ന പരിപാടികൾ മാത്രമായി ബാലൻസ് ആക്കി നിർത്തി. സൗണ്ട് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പിള്ളേരുകളും കാര്യമായിട്ടൊക്കെ തന്നെ വന്നു. അപ്പോൾ മുത്ത് വണ്ടി അകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ട് വെക്കുന്നുണ്ട്, കാരണം ഇനിയിപ്പോൾ അകത്തൊന്നും വേണ്ട. അപ്പോൾ നമ്മളെ ചെറിയ ആൾ ഫുൾ വേറെ മൂടാണ്. എന്താ പറയുക, പുള്ളി ഫുൾ പണി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് നേരെ ഞാൻ പരിപാടി നടക്കുന്ന ഹാള്, നമ്മൾ വരന്തരപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിന് നമുക്ക് ഹാളായിട്ട് കിട്ടിയിട്ടുള്ളത്. നമ്മൾ മുമ്പ് വേറെ ഹാളിലാണ് പരിപാടി പ്ലാൻ ചെയ്തിരുന്നത്. വരന്തരപ്പള്ളി ഗോവിന്ദ ഹാള് നമ്മൾ അഡ്വാൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് പള്ളി അധികൃതർ നമ്മളെ അറിയിക്കുന്നത് അവരത് പൊളിക്കാൻ പോകുന്നത്. അവർ ആ ഹാള് പൊളിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് തരാൻ പറ്റില്ല. സോ അതിന് ശേഷം നമുക്ക് കിട്ടിയ ഡേറ്റിൽ നമുക്ക് കിട്ടിയ അവൈലബിൾ ആയിട്ടുള്ള ഹാള് വരന്തരപ്പള്ളി ഹാളാണ്. ഹാള് നമുക്ക് കുറ്റം പറയുന്നില്ല, നല്ല ഹാളാണ്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പം ആൾ ഒരുങ്ങലും പരിപാടിയൊക്കെ കഴിഞ്ഞത് ആ മഞ്ഞ കളറായി വന്നു നിന്നിട്ടുണ്ട്. ഒരു അലങ്കരിച്ച എന്താ പറയുക, അതുപോലെ ഒന്ന് മൊത്തത്തിൽ അവളെ ഒരു പുഷ്പിച്ചിട്ടുണ്ട് എല്ലാവരും കൂടെ. എല്ലാ കൊണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ എൻ്റേതായ രീതിയിൽ ഞാനൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കി, അവരെല്ലാവരും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കുറേ ശ്രമിച്ചു. അങ്ങനെ ചെന്നപ്പോൾ അവിടെ ബലൂണും കാര്യങ്ങളൊക്കെ കുറേ വീർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പരിപാടി ഏറ്റെടുത്തവർ ഇതുവരെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അത് നമുക്കെന്താ നോക്കാം. ഉമ്മച്ചി ഇതേ മഞ്ഞ ജിലേബിയും ലഡുവും കാര്യങ്ങളൊക്കെ ആയിട്ട് വേഗം കൊണ്ടുപോയിട്ട് നമ്മൾ മാളുവിൻ്റെ ഫ്രണ്ടിൽ എന്നെ കൊണ്ട് അതൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. മാളു ആകെ പോസ്റ്റാണ്, കാരണം ആരും കയറുന്നില്ല. അവളെ കൊണ്ട് ഇരുത്തി എന്നുള്ളതല്ലാതെ ഒരാൾ പോലും സ്റ്റേജിൽ കയറുന്നില്ല. അവൾ ഏകദേശം ഒരു 10 മിനിറ്റോളം അവിടെ വെറുതെ ഇരുന്നു. ഞാൻ കുറേ ശ്രമിച്ചു നോക്കി, കുറേ ക്ഷമിച്ചു നോക്കി. അവസാനം ആരും കയറാതായപ്പോൾ നേരെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ തന്നെ കയറുകയാണ് ചെയ്തത്. അങ്ങനെ അപ്പോൾ അവൾക്കൊരു കമ്പനിക്ക് വേണ്ടി ഞാൻ ചെറിയൊരു കുട്ടീനെ അവിടെ കയറ്റിയിരുത്തി. ചെറിയ കുട്ടീന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം കുട്ടി കേട്ടോ, ചെറിയ കുട്ടീന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ എല്ലാവരെയും വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫാമിലിയിലുള്ളവർ തന്നെ. ചിലർക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു മാക്സിമം എല്ലാവരും എൻ്റെ വീഡിയോയിൽ പെടാതെ മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞായിരുന്നു. ഉപ്പച്ചി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടിട്ട് എന്തോ പോലെ നോക്കിയിരിക്കുന്നുണ്ട്. ഞാൻ ഈ റൂമിലേക്ക് വന്നപ്പോൾ കണ്ടു അവിടെ ഫുൾ ബലൂണാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ ക്യാമറ സെറ്റ് ചെയ്ത് കൊടുത്ത് കണ്ണും പൊട്ടി രണ്ടും കൽപ്പിച്ച് ഉദ്ഘാടനം ഞാൻ തന്നെ ചെയ്യാമെന്നുള്ള സ്കീമിൽ ഞാൻ കയറി നേരെ നിന്നപ്പോൾ മാള് ഹാപ്പി. കാരണം എന്താ വെച്ചാൽ ആരെങ്കിലും ഒരാൾ കയറണ്ടേ, ഇതൊന്നും ഉദ്ഘാടിക്കണ്ടേ. ഉച്ചരി അവിടെ കൊടുത്തിരുത്തിയിട്ട് അവർ പൂരം കാണാൻ പോയിരിക്കുക. പാട്ടും വെച്ച് പരിപാടിയും വെച്ച് എല്ലാം ഓക്കെ ആക്കി വെച്ചിട്ട് അവർ പൂരം കാണാൻ പോയിരിക്കുക. പൂരം കാണാൻ പോയതല്ല കേട്ടോ, എല്ലാവരും ഡ്രസ്സ് മാറലും പരിപാടിയൊക്കെ ആയിരുന്നു. അതുവരെ ഭക്ഷണം കഴിക്കലും ഭക്ഷണം പാകം ചെയ്യലും പരിപാടിയൊക്കെ ആയിട്ട് എല്ലാവരും ബിസി ആയിരുന്നു. അപ്പോൾ ഞാൻ തന്നെ എന്ത് ചെയ്തു, 2 കൈയിലും കുറച്ച് ചന്ദനം വാരി അവൾ മുഖത്തും തെച്ച് കൊടുത്ത്, ഒരു ജിലേബി കഷ്ണം എടുത്ത് വായിലും വെച്ച് കൊടുത്ത്, മോളിനും കൊടുത്ത് ഞാൻ അവിടുന്ന് പതുക്കെ ആ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് താഴെ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി വന്നു. ശേഷം ഞാൻ പോയി ക്യാമറ നോക്കി, അപ്പോഴും ആരും എത്തിയിട്ടില്ല. പിന്നെ ഓരോരുത്തർ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് ഞാൻ എന്ത് ചെയ്തു, എല്ലാവരോടും വാ അവൾ ഒറ്റയ്ക്കാണ്, നിങ്ങൾ വാ വന്ന് പരിപാടി തുടങ്ങിയെന്ന് പറഞ്ഞു. പരിപാടി സ്റ്റാർട്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു അന്ത്യമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ മൂവ് ഓണായി. ആദ്യം തന്നെ ഓരോരുത്തരായിട്ട് വന്ന് അവരുടേതായ കോൺട്രിബ്യൂഷൻസ് ഹാജു ഉമ്മച്ചി ഒന്നിച്ചിരുന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോയിൽ മര്യാദയ്ക്ക് കിട്ടണമെന്ന് ഞാൻ പറഞ്ഞ കാരണം ആണെന്ന് തോന്നുന്നു അവരാരും എന്നെ വിളിക്കാതെ തന്നെ അത് തേക്കാൻ ശ്രമിച്ചു. പിന്നെയും ഞാൻ കണ്ടുപിടിച്ച് ഞാൻ ചെന്നത് കറക്റ്റായിട്ട് പകർത്തി. ഞാൻ ഹാപ്പിയാണ്. എനിക്ക് വേണ്ടത് നല്ല കുറച്ച് ഷോർട്സാണ്. കുറേ വീഡിയോ എടുത്തപ്പോൾ അതിൽ നിന്ന് കുറച്ച് കിട്ടി. പിന്നെ ഞാൻ പോയി ഒറ്റയ്ക്ക് ഇരുന്ന് വീണ്ടും ഞാൻ അവളപ്പോൾ ഒരു ഫോട്ടോ എടുക്കാതിരുന്നതാണ്, പക്ഷേ ഇത് വീഡിയോ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും കുറേ നേരം വെറുതെ ഇരുന്നു. അതിന് ശേഷം ഉപ്പച്ചി മാളുവിൻ്റെ ഉപ്പയും ഉമ്മയും ആണ് ഇതിലുള്ളത്, മുത്തു ആങ്ങള. അപ്പോൾ അവർ 3 പേരും കൂടെ ഇരുന്നിട്ടുള്ള ഒത്തിരി ചന്ദനം വാരിത്തേക്കുന്ന പരിപാടിയും മധുരം കൊടുക്കുന്ന പരിപാടി. അപ്പോൾ മുത്തുവാണിത് ഭാവി അളിയനാണ്. ഭാവി അളിയൻ എന്ന് പറഞ്ഞാൽ നാളെ കഴിഞ്ഞ അളിയനാവാൻ പോകുന്ന മുത്തും അവൾക്ക് കണ്ണിന് മേലെ മറ്റേ നീഗ്രോക്ക് വരച്ച് കൊടുക്കുന്ന പോലെ, പുലിക്ക് വരച്ച് കൊടുക്കുന്ന പോലെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ അങ്ങ് വരച്ച് കൊടുത്തു. അപ്പയും കുറച്ച് വെച്ച് തേച്ചു. പിന്നെ അവളൊപ്പം പഠിക്കുന്ന ഫ്രണ്ട്സാണ്, നഴ്സിംഗാണ് ഒപ്പം പഠിക്കുന്ന ഫ്രണ്ട്സ് കുറേ പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ഇവരെ തന്നെ എൻഗേജ്ഡ് ആയി. ഇതേ വാവാസ് വന്നു, സപ്പാന വന്നു. അവരും ഇതുപോലൊക്കെ തന്നെ നല്ല രീതിയിൽ മധുരം കൊടുത്ത് പരിപാടി ഏകദേശം ഉദ്ഘാടിച്ചു. പിന്നെ തിരക്കായി ഒരുപാട് പേരായി, ഫ്രണ്ട്സായി, അവളുടെ ഫ്രണ്ട്സായി. പിന്നെ ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ ആയിട്ട് എല്ലാവരും ഫുള്ളി കൺജസ്റ്റഡായി. അപ്പോൾ ഒരു സൈഡിൽ നമ്മുടെ വീട്ടിലെ മുതിർന്ന ആൾക്കാർ ഭക്ഷണത്തിൻ്റെ പരിപാടികളുമായി ആരും കഴിക്കണില്ലേ എന്ന രീതിയിലേക്ക് ചെറിയ രീതിയിലൊക്കെ സൗണ്ടൊക്കെ മാറി തുടങ്ങി. പാട്ടും പരിപാടി നിർത്തി ഭക്ഷണം കഴിക്കുക. കാരണം അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, 1:30 സമയമായി, 2 മണി ആവാറായി, ആരും കഴിച്ചിട്ടൊന്നുമില്ല. കുറേ പേർക്ക് വിശക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേരൊക്കെ പരിപാടി കഴിയട്ടെ എന്നിട്ട് തന്നെ ഭക്ഷണം കഴിക്കണമെന്നുള്ളൂ എന്നുള്ള മൈൻഡിൽ നിന്നുകൊണ്ടാണ്
ഉപ്പച്ചി അവളെ വായിലേക്ക് വീണ്ടും ഒരു വലിയൊരു ലഡു വെച്ച് കൊടുത്തു. അതിൻ്റെ പകുതി ബാക്കി ഉപ്പച്ചി എടുത്തിട്ട് പോന്നു. മോനാണെയൊക്കെ പതുക്കെ എടുത്ത് ഇത്തിരി ചന്ദനം എടുത്തിട്ട് അതിങ്ങനെ എടുത്തിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്ത് നല്ല രീതിയിൽ പരിപാടികളൊക്കെ മൂന്നാണ്, ഉഷാറാണ്, എല്ലാം ഹാപ്പിയാണ്. ഇനി രാത്രിയിലേക്കുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും നമ്മളെ ഫാമിലിയുള്ള എല്ലാവരും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. സെനുവാക്ക വന്നു, സെനുവാക്കൻ്റെ വൈഫും മോളെല്ലാവരും ഉണ്ട്. സബിന താത്ത, നൗഷാദാക്ക, എല്ലാവരും ഓരോ കാര്യങ്ങളായിട്ട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഭാര്യയും കയറി, രാജു ഞാനും കയറി. ഞങ്ങളൊരു കുഞ്ഞൊരു ഞാനും ഫോട്ടോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അനങ്ങാതിരിക്കുകയായിരുന്നു. അവസാനം മനസ്സിലായത് ഒരു വീഡിയോ. ലാസ്റ്റ് ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിന് മാളുവിൻ്റെ വല്യമ്മ എന്നിവരൊക്കെ വന്നു. അപ്പോൾ അവർ ഇരുത്തിയൊരു ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഇന്നത്തെ ഫോട്ടോ പരിപാടി ഏകദേശം ഒരു തീരുമാനത്തിലെത്തി. ഉച്ച സമയത്ത് ഇനി വൈകുന്നേരം വീണ്ടും സ്റ്റാർട്ട് ചെയ്തതായിരിക്കും. എല്ലാ മഞ്ഞ ഡ്രസ്സിട്ട് വന്നവരിരുത്തി ഞങ്ങൾ മാക്സിമം ഒരു ഫോട്ടോ അടിപൊളിയായിട്ട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.